വീഡിയോയിൽ നമ്മൾ 3 ഗ്യാസ് ലോസ് വളരെ എക്സാമിനൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്ന ഈ 3 ഗ്യാസ് ലോസ് ഏതൊക്കെയാണ് ഈ മെയിൻലി ഇതാണ് 3 ഗ്യാസ് ലോസ് വരുന്നത്. പിന്നെ അവഗാഡ്രോസ് ലോ ഇതെങ്ങനെയാണ് പഠിക്കുക. അതായത് നമുക്കിപ്പം ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പ്രഷർ, ടെമ്പറേച്ചർ, വോളിയം ഒക്കെ കൺഫ്യൂസ്ഡ് ആയിട്ട് പോകും. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മളൊരു സൂപ്പർ കോഡ് എന്ന് പഠിക്കും. ഈ സൂപ്പർ കോഡ് വെച്ചിട്ട് നമുക്ക് എന്താ പറയുക, ഈ എല്ലാ ഗ്യാസ് ലോസും ഒറ്റയടിക്ക് ക്രാക്ക് ചെയ്യാം. ഓക്കെ, അപ്പം ആ ഒരു കോഡ് നമുക്ക് നോക്കാം. അപ്പം ഫസ്റ്റ് തന്നെ ബോയിൽസ് ലോ. ഫസ്റ്റ് ഇതൊക്കെ എന്താണെന്ന് പറഞ്ഞുതരാം. അതായത് ബോയിൽസ് ലോ എന്താ വെച്ച് കഴിഞ്ഞാൽ, ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ പ്രഷർ ഈസ് ഇൻഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം. അതായത് ഇവിടെ നിന്ന് നമ്മളൊരു പ്രഷർ കൊടുക്കുന്നു, അപ്പോൾ ഇതിങ്ങനെ താഴും. അപ്പോൾ ഇവിടെ താഴുമ്പോൾ ഇത് ഇങ്ങോട്ടാകും, പിന്നെ ഇങ്ങോട്ടാകും. അപ്പോൾ വോളിയം കുറയുകയാണ്. അതായത് പ്രഷർ കൂടുമ്പം വോളിയം കുറയും, പ്രഷർ കുറയുമ്പം വോളിയം കൂടും. ഇത് പൊക്കിക്കഴിഞ്ഞാൽ വോളിയം കൂടും. അതാണ് ഇവിടെ വരുന്നത്. ഓക്കെ, ഇക്വേഷൻ ഇങ്ങനെ. ഇനി ചാൾസ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചാൾസ് ലോയിൽ വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. അതായത് പ്രഷർ കോൺസ്റ്റൻ്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ, അതായത് ടെമ്പറേച്ചർ, പ്രഷർ, വോളിയം, ഇതാണ് 3 കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പം ഇവിടെ പ്രഷർ കോൺസ്റ്റൻ്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. അതായത് വോളിയം എത്ര കൂടുന്നോ അത്രയും ടെമ്പറേച്ചർ കൂടും. ഓക്കെ, വോളിയം കുറയും തോറും ടെമ്പറേച്ചർ കുറയുകയും ചെയ്യും. ഓക്കെ, ഇനി അടുത്ത ഗേ-ലുസാക്ക് ലോ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ടെമ്പറേച്ചർ, ഇവിടെ പ്രഷർ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചു, അപ്പോൾ ഇവിടെ വോളിയം കോൺസ്റ്റൻ്റ് ആക്കി വെച്ചു. അപ്പോൾ ഈ വോളിയം കോൺസ്റ്റൻ്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ പി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടി. അതായത് പ്രഷറും ടെമ്പറേച്ചറും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. പ്രഷർ കൂടിക്കഴിഞ്ഞാൽ ടെമ്പറേച്ചർ കൂടും. നമുക്ക് ഇപ്പോൾ ഇതിലേക്ക് ഇങ്ങനെ നമ്മൾ പ്രഷർ കൂട്ടുകയാണ്. ഇവിടെ പ്രഷർ കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം അടുപ്പിച്ചാകും. അപ്പോൾ ഭയങ്കര ടെമ്പറേച്ചർ, ചൂടൊക്കെ കൂടും. ഓക്കെ, അപ്പോൾ ഇതാണ് മെയിൻലി 3 ലോസ്. സിമ്പിൾ, നമുക്ക് ഇക്വേഷൻ തന്നെ മനസ്സിലാക്കാം. ഇനി ഇതാണ് ഇതിൻ്റെ സൂപ്പർ കോഡ്. അതായത് ഈ TPV-BCG എന്നുള്ളത് പഠിക്കുക. ഈ TPV എന്നുള്ളത് നമ്മൾ പഠിച്ചു വയ്ക്കുക. BCG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പണ്ടൊരു വാക്സിൻ എടുക്കുകയായിരുന്നു, ബാസിലസ് കാമിലിറ്റ് യൂറിൻ എന്ന് പറഞ്ഞ വാക്സിൻ, ട്യൂബർക്ലോസിസ് ഇറാഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് BCG ആയിട്ട് ലിങ്ക് ചെയ്ത് പഠിക്കുക. ഈ TPV എന്ന് പറയുമ്പം ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയത്. ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആകുമ്പം ബോയിൽസ് ലോ, പ്രഷർ കോൺസ്റ്റൻ്റ് ആകുമ്പം ചാൾസ് ലോ, വോളിയം കോൺസ്റ്റൻ്റ് ആകുമ്പം ഗേ-ലുസാക്ക് ലോ. ഇനി നമുക്കിത് പറയുകയാണെന്ന് വെച്ചാൽ, ഇവിടെ മാത്രമാണ് ഒരു ഇൻവേഴ്സ് പ്രൊപ്പോർഷണാലിറ്റി വരുന്നത്. ബാക്കിയൊക്കെ ഡയറക്റ്റ് പ്രൊപ്പോർഷണാലിറ്റിയാണ്. അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ, ഇപ്പം നമുക്കൊരു ക്വസ്റ്റ്യൻ വന്നു, എന്താണ് ബോയിൽസ് ലോ. അപ്പോൾ നമുക്കറിയാം TPV-BCG ആണെന്ന്. അപ്പോൾ ടെമ്പറേച്ചറാണ് ഇവിടെ കോൺസ്റ്റൻ്റ് ആയിട്ട് ഇരിക്കുന്നത് ബോയിൽസ് ലോ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിരിക്കുന്നു. അപ്പോൾ നമുക്കറിയാം ഫസ്റ്റ് കേസിൽ മാത്രം പ്രഷർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം. കാരണം ടെമ്പറേച്ചർ അപ്പോൾ ഇവിടെ ഉണ്ടാവില്ല. അപ്പോൾ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഈക്വേഷനിൽ ഉണ്ടാവില്ല. ഇനി അടുത്തത് ഇത് ബോയിൽസ് ലോ. ഇനി ചാൾസ് ലോ എന്താണെന്നൊരു ക്വസ്റ്റ്യൻ വന്നു. ചാൾസ് ലോ എന്താ ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ BCG TPV എന്ന് വയ്ക്കും. അപ്പം നടുവിൽ വരുന്നത് എന്താ, പിയും സിയും. അപ്പോൾ പ്രഷർ കോൺസ്റ്റൻ്റ് ആയി കഴിഞ്ഞാൽ അവിടെ പ്രഷർ ഉണ്ടാവില്ല. അപ്പോൾ ടെമ്പറേച്ചർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം. ഇനി ഗേ-ലുസാക്ക് ലോയിൽ എങ്ങനെയാണ് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ TPV, അപ്പോൾ വോളിയം കോൺസ്റ്റൻറ്റ്. അപ്പം ടെമ്പറേച്ചർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ. കണ്ടോ, ഇവിടെ മാത്രം ഒരു ഇൻവേഴ്സ് വരുന്നു. ഇത് മാത്രം പഠിച്ചു വെച്ചാൽ മതി. ബാക്കി BCG TPV എന്ന് പറഞ്ഞ കോഡ് റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ മൈൻഡിൽ ഒരു 2-3 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ സുഖമായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് റാൻഡം ആയിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ പെട്ടെന്ന് ഏതാണെന്ന് പോയിൻ്റ് ഔട്ട് ചെയ്യാൻ ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഒറ്റ ഗ്ലാൻസിൽ തന്നെ ഈ ബോയിൽസ് ലോ ഏതാ, ചാൾസ് ലോ ഏതാണ്. ഇവിടെ കണ്ടോ, ബോയിൽസ് B ആയതുകൊണ്ട് ഇവിടെ T ഇല്ല, കാരണം TPV ആണ്. അപ്പോൾ ഇവിടെ ടെമ്പറേച്ചർ ഇല്ല, അത് കോൺസ്റ്റൻ്റാണ്. ഇവിടെ C ആയതുകൊണ്ട് V ഇല്ല, അല്ല TP പ്രഷർ ഇല്ല, P ഇല്ല. ഇനി TPV, ഇവിടെ വോളിയം ഉണ്ടാവില്ല, കാരണം എന്താ, BCG TPV. അപ്പം ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ഈ 3 ഗ്യാസ് ലോ ക്രാക്ക് ചെയ്യാം.